ആ തിര ഒഴിഞ്ഞിട്ട് തോണി ഇറക്കാൻ നോക്കിയാൽ പറ്റൂടാ. നീ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട മോനെ. ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. എൻ്റെ പൊന്നച്ഛ, അച്ഛനെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ എൻ്റെ പുതിയ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഈ ക്വാർട്ടറിൽ കഴിയും മുമ്പ് അത് തീർക്കണം. അത് കഴിഞ്ഞാലേ നേരെ ചൊവ്വയൊന്ന് ശ്വാസം വിടാൻ പറ്റൂ. എടാ മോനെ, അതാ ഞാൻ പറഞ്ഞത്. നീ ഒരു 1 ഡേ ലീവ് എടുത്ത് വന്ന് പെണ്ണിനെ കണ്ടേച്ച് പോകും. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. പിന്നെ നീ ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി. 1 ഡേ ലീവ് എന്നല്ല, 1 അവർ കൂടി ഇവിടുന്ന് മാറി നിന്നാൽ ടോട്ടലി കൊളാപ്സ് ആവും. എന്തായാലും ഈ മാസം കഴിയാതെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അച്ഛാ. എടാ, നിന്റെ കാര്യം പറഞ്ഞ അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഞാൻ കാലത്ത് അമ്മയെ വിളിച്ചായിരുന്നു. അച്ഛൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. എടാ മോനെ, കറണ്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി അച്ഛാ. വയനാട്ടിൽ മാവോയിസ്റ്റ് ആക്രമണം തുടർക്കഥയാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ നടന്ന കൊലപാതകങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. 2 ദിവസം മുമ്പ് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ SI ബാബുരാജിന്റെ മർഡറിന് പിന്നിലെന്നും വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിലേ അറിയാൻ കഴിയൂ എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകം എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ.
ഷിഫ്റ്റ് ഓൾമോസ്റ്റ് തീരാറായി. ഹലോ സാർ. ഫോറൻസിക് ഇൻക്വസ്റ്റ് നടക്കുകയാണ് സാർ. ഇല്ല സാർ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സാർ. വിളിക്കാം സാർ. ശരി സാർ. SP എവിഡൻസ് വല്ലതും കിട്ടിയോന്ന്? കൊല്ലുന്നവനിവിടെ എവിഡൻസ് എടുത്ത് ഡ്രോയ്ക്കകത്ത് വെച്ചിട്ടല്ലേ പോകുന്നത്? അദ്ദേഹത്തിന് മുകളിൽ നല്ല പ്രഷറാണ് സാർ. 2 ദിവസത്തിനകത്ത് 2 കൊലപാതകങ്ങൾ, അതും CI വർക്കിയുടെ നേതൃത്വത്തിൽ മഹാദേവന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ആരംഭിച്ച വേളയിൽ തന്നെയാണ് രണ്ടാമത്തെ കൊലപാതകവും എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. അതും അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൂടെ. SP ബാബുരാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, 48 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, 2 ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സ്, ഒരാൾ ഫോറസ്റ്റ് ഓഫീസർ, ഇപ്പോൾ സ്ഥലം SI. ഇതുവരെ താങ്കൾ നയിക്കുന്ന അന്വേഷണ സംഘത്തിന് യാതൊരു തെളിവും ശേഖരിക്കാൻ കഴിയാത്തത് ഒരു ഗുരുതര വീഴ്ചയെ ഞങ്ങൾ ആരോപിച്ചാൽ താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. വേറൊന്നും പറയാം. ഒരു ചോദ്യം കൂടി. സാർ, ഇത് മാവോയിസ്റ്റ് ആക്രമണമായിട്ട് കാണാൻ പറ്റുമോ, അതോ കൊലക്കൊട്ടേഷൻ സംഘത്തിന്റെ ചെയ്തികളോ എങ്ങനെയോ? ഇല്ല, അതൊന്നും വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. അന്വേഷണത്തിന് ശേഷം പറയാൻ പറ്റും. 2 കൊലപാതകങ്ങൾക്കും വ്യക്തമായ ഉത്തരം കിട്ടാതെ അന്വേഷണ സംഘം ഇരുട്ടിത്തപ്പുമ്പോൾ കുറ്റകൃത്യം നടത്തിയവർ ഈ വനാതിർത്തി കടന്നു പോയിട്ടില്ലെന്ന് വേണം അനുമാനിക്കാൻ. വരും നാളുകൾ ഭീതിജനകമാണോ, കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ? കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ദിലീപിനൊപ്പം വയനാട്ടിൽ നിന്നും ഡിബിൻ ജോഷി, മലബാർ ന്യൂസ്. ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും മനസ്സിലായിട്ടില്ല. ഇല്ല സാർ. ഒരാളെ പോലും തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. സാർ, പുലർച്ചെ 2 മണിക്കുള്ള ആക്രമണമല്ലേ, പാവങ്ങളിടുന്ന് ഉറങ്ങിപ്പോയി കാണും. അത് ശരിയാടോ, പക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നമ്മളിതെങ്ങനെ അവതരിപ്പിക്കും? സാർ, അത് ഇല്ല, എത്തിയിട്ടില്ല. എൻ്റെ ശശാങ്ക MLA ആണെങ്കിലും താൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇതുവരെ ഇക്കാര്യത്ത് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അത് CI വർക്കിയുടെ കുറ്റമൊന്നുമല്ല. വെൽ പ്ലാൻഡായ അവർ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയല്ലേ, പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സമ്മതിച്ചു. അയാളിപ്പോൾ എന്തൊക്കെ പറയുമെന്ന് ഇനി കണ്ടറിയേണ്ടത്. ശരി ശരി, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വിളിക്കാം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ഇപ്പോ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രസ് മീറ്റും അതിൽ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഓഫീസർ മഹാദേവന്റെയും SP ബാബുരാജിന്റെയും കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണ പുരോഗതിയെ കുറിച്ച് അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിഷ്ക്രിയത്വം, ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത, നാടൊട്ടുക്കും അക്രമങ്ങളും കൊലപാതകങ്ങളും, പ്രതിപക്ഷവും മീഡിയക്കാരും കൂടെ ചേർന്ന് വായി തോന്നണം വിളിച്ചു പറയുന്നത് അറിയുന്നുണ്ടല്ലോ അല്ലേ? രണ്ട് കൊലപാതകങ്ങൾ, കൊല്ലപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേർ. മിസ്റ്റർ കുരുവിള, സർ, ഈ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ?
സ്റ്റേഷനിലെ കയറി കൊല നടത്തിയവർ ചില്ലറക്കാരല്ല സർ. അർദ്ധരാത്രി ഗാങ്ങായി വന്നുള്ള ആക്രമണം. ഇന്നലെ അവർ നടത്തിയ അറ്റാക്കിന്റെ സമയത്ത് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ട SI ബാബുരാജ് അടക്കം 5 പേരായിരുന്നു. പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന പോലീസുകാർ പറഞ്ഞതനുസരിച്ച് അതൊരു സഡൻ അറ്റാക്കായിരുന്നു. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് അവർ കൃത്യം നടത്തി പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ സ്റ്റേഷനിലെ CCTV ഒക്കെ തകർത്തുകൊണ്ട് വിഷ്വൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല സർ. അതുകൊണ്ട് ക്രൈം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടി വരും. അവന് ഞാൻ കളക്ട് ചെയ്യണം? അതല്ല സർ, അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴേക്കും അവരടുത്ത ആളെ തട്ടും. ഫോറസ്റ്റ് ഓഫീസറുടെ കൊള്ള നടന്നപ്പോഴും താൻ ഇതുപോലുള്ള എക്സ്ക്യൂസ് തന്നെയാണ് പറഞ്ഞത്. ഈയിടോ മന്ത്രിസഭയുടെ കാലിൽ നോക്കിയിരിക്കുന്നവർക്ക് എന്തിനോടോ ഒരു അവസരം ഉണ്ടായി പോകുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അന്വേഷണം പുതിയൊരു ടീമിനെ ഏൽപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. രണ്ട് തവണ നിന്നെയാണ് അവർക്ക് പിടിച്ചു കൊടുത്തു. നിന്റെ പണവും ശക്തിയും കൊണ്ട് നീ ജയിലിൽ സ്വതന്ത്രമായി ജീവിച്ചു. കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. CI വർക്കിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം എങ്ങുമെത്താത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കേസ് മറ്റൊരു സംഘത്തിന് കൈമാറാൻ SP ഡേവിഡ് കുരുവിളെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. ജെസിക്ക വിൽസൺ വധക്കേസിന്റെ വിധി ഇന്നറിയാം. നാളേറെ ചർച്ച ചെയ്യപ്പെട്ട ജെസിക്ക വിൽസൺ വധക്കേസിന്റെ വിധി ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാനാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അതൊരു കൊലപാതകമായിരുന്നു എന്ന വസ്തുത പുറത്തു കൊണ്ടുവന്നത് CI ജോഷി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു. ജെസിക്കയുമായി അടുത്ത ബന്ധമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഭർത്താവായ പ്രതി രാജു വിൽസന് ജോഷി മാത്യുവിന് മുന്നിൽ കുറ്റം സമ്മതിക്കേണ്ടത്. ജെസിക്കയുടെ മരണം ആത്മഹത്യയല്ലെന്നും സിറിഞ്ച് ഉപയോഗിച്ച് ആപ്പിളിൽ വിഷം കുത്തിവെച്ച് താൻ തന്നെ കൊന്നതാണെന്നും പ്രതി മൊഴി നൽകി. In the trial conducted for the murder of Jessica Wilson, the prosecution was able to prove beyond reasonable doubt that the accused Raju Wilson has committed the murder of Jessica Wilson. Therefore, this court hereby finds the accused is guilty according to section 302 of Indian Penal Code. Joshi Matthew, the CI who conducted the investigation in this case, deserves special appreciation. It is only due to the effective investigation conducted by him, the prosecution was able to prove that the death of Jessica Wilson was not a suicide.
യെസ്, ഏർലിയസ്റ്റ് പോസിബിൾ. ഒരു ബ്രേക്ക് ത്രൂ അത് കണ്ടുപിടിച്ചേ പറ്റൂ. തന്നോട് ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നോ സർ. ഇപ്പോൾ ചാർജ് CI വർക്കിയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് തന്നെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. ദാ കുടിക്ക്. സോ കാര്യങ്ങൾ വഷളാവാതെ നോക്കണം. സർ മേ കമിൻ ആ സർ? കമിൻ. എന്നത്തെയും പോലെ താൻ നേരത്തെയാണല്ലോ. ആ താനിരിക്കടോ. ജോഷി, ഇതാണ് ഞാൻ പറഞ്ഞ CI വർക്കി. ഓ ഹായ്. വർക്കി, ഇത് ജോഷി മാത്യു. ഇയാളാണ് ഇനി മുതൽ കേസ് അന്വേഷിക്കുന്നത്. ആ പിന്നെ ആ കേസ് ഫയലൊക്കെ ജോഷിക്ക് കൈമാറിയേക്ക് ഒഫീഷ്യലായിട്ട്. ശരി സർ. ആ പിന്നെ വൺ മിസ്റ്റർ SI ഫിറോസ് തന്നെ അസിസ്റ്റ് ചെയ്യും. സർ. ആ ടേക്ക് ഇറ്റ്. നോ താങ്ക്സ് സർ. ആ ഒന്നെടുക്കടോ. ചുയിങ്കം ജോ മസിൽ സ്ട്രോങ് ആക്കും. അതല്ലെങ്കിലും സ്ട്രോങ് ആണ് സർ. ഫിറോസേ, വർക്കി സാറ് പ്രിപ്പയർ ചെയ്ത കേസ് ഫയലൊക്കെ ഞാൻ കണ്ടു. ഇരി. പക്ഷെ അതിൽ കുറ്റവാളികളോട് ലിങ്ക് ചെയ്യണേ ഒന്നും അതിലില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? തന്നെയുടെ ഫിറോസേ? സാർ, എൻ്റെ ഒരു സംശയം ഇതൊരു മാവോയിസ്റ്റ് മൂവ്മെന്റ് ആണോ എന്നാണ്. എടോ മാസം അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ഗവൺമെന്റിൽ നിന്ന് വല്ല അലവൻസും കിട്ടണ്ടോ? ഇതൊന്നുമല്ല. അന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു സാർ. അന്ന് രാത്രി ഏകദേശം ഒരു 2 മണി കഴിഞ്ഞ് കാണും. സർ ഒന്ന്